Hi friends, welcome back to Vidya's Recipe. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ലാവ ഇഡ്ഡലിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല. ഇഷ്ടമുള്ള ടൈപ്പ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ചോക്ലേറ്റും എടുക്കാം. അപ്പോൾ ഞാൻ ഇത് പ്ലേറ്റിലെല്ലാം പൊട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനി ആദ്യം ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് ഡബിൾ ബോയിൽ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ചോക്ലേറ്റ് എല്ലാം വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് അത് മെൽറ്റായിട്ട് കിട്ടും. ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് മെൽറ്റായി കിട്ടാൻ ഇത്തിരി ഒരു ടൈം എടുക്കും. അപ്പോൾ അത് മെൽറ്റാകുന്ന ടൈമിൽ ഞാൻ ഇതങ്ങ് പൊടിച്ചു കൊണ്ടുവന്നു. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊരു ഹാപ്പി ആകുമല്ലോ. അവർക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അവർ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കഴിക്കുന്നതാണ്. അതൊരു ഇഡലി പോലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഹാപ്പി ആകും. ഇപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വന്ന് നിന്ന് കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അവരും ഒന്ന് കാണട്ടെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇഡലി ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു ഇഷ്ടക്കുറവ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കഴിച്ചു നോക്കാം, അപ്പോൾ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും ഹോംവർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നിരുന്ന്. ഞാൻ വിളിച്ചതാണ് ഇപ്പോൾ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചൊരു തിക്കായിട്ടൊക്കെ തോന്നും. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അധികം തണുത്തതും ആവരുത്, അധികം ചൂടുള്ളതും ആവരുത്. ഒരു ഇളം ചൂടോടെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തിരി പാലും കൂടി ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റും ചോക്ലേറ്റും അല്ലാണ്ട് വേറെ ഒന്നും ഇത് ചേർക്കത്തില്ല. ബേക്കിംഗ് സോഡയോ അങ്ങനെ മറ്റൊന്നും തന്നെ ഇല്ല. അല്ലാതെ ഇത് രണ്ടും മാത്രം വെച്ചിട്ടാണ് ചോക്ലേറ്റ് ലാവ ഇഡലി നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ ഇഡലി ട്രേയിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്മെല്ലില്ലാത്ത ഏത് ഓയിലായാലും കുഴപ്പമില്ല. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ബട്ടർ ഇല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. കൊക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്, എന്തായാലും സ്മെല്ലുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ നമ്മൾ ഇഡലി മാവ് ഒഴിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചോക്ലേറ്റ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇത് നമ്മളിനി സ്റ്റീം ചെയ്തെടുക്കുമല്ലോ. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് മെൽറ്റായി വന്നോളും. ലാവ പോലെ ആയി കിട്ടിയാൽ മതിയല്ലോ. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ അതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമുക്കൊന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെച്ച് നമുക്കിനി ഇത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്കിത് കുക്കായോന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് എടുക്കാം പുറത്ത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്തിൽ ചോക്ലേറ്റ് ലാവയുണ്ട്. കണ്ടോ? നല്ല ചൂടോടെ നമ്മളിത് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ചോക്ലേറ്റിൻ്റെ ആ കറക്റ്റ് ഇതിലേക്ക് അങ്ങ് പോകത്തില്ലേ. ഇതിപ്പം കുറച്ചൊന്ന് അറിയതുകൊണ്ടാണ് അത്ര ഇതായിട്ട് കാണിക്കാൻ പറ്റാത്തത്.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ലാവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ചോക്ലേറ്റും ബിസ്ക്കറ്റും മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അമ്മ അച്ഛൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടുപേരെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഇതൊരു ഹോട്ട് മോൾട്ടൻ ലാവ പോലത്തെ ഒരു ഡാർക്ക് ഫാന്റസിയാണ് അല്ലേ? സെയിം ടേസ്റ്റ്. ഇഷ്ടപ്പെട്ട രണ്ടാർക്കും? വെരി യമ്മി സ്നാക്ക്. ഇതാണോ ലാവ ഉണ്ടോ? ചോക്ലേറ്റ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.